Habibi, welcome to Dubai. ഇപ്പോൾ നമ്മൾ ദുബായിൽ ഇറങ്ങി ഇനിയിപ്പോൾ മെട്രോയിൽ കയറണം. ആക്ച്വലി ടയേർഡാണോ എന്ന് ചോദിച്ചാൽ ടയേർഡ് അല്ലാന്ന് പറയും. കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ജിയ റിയലി എക്സൈറ്റഡ് ആണ്. ജിയയുടെ മുഖം തന്നെ കണ്ടാൽ അറിയാൻ ടയേർഡല്ലാന്ന്. ബട്ട് എന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇച്ചിരി ടയേർഡാണ് റിയലി. പക്ഷേ എനിക്ക് എന്നെ കണ്ടാൽ തന്നെ എനിക്കറിയാൻ പറ്റും ജോൺ അങ്ങോട്ട് പോകരുത്. പക്ഷേ ജിയ റിയലി എക്സൈറ്റഡ് ആണ്. ജിയ ഇങ്ങനെ നിൽക്കുവാണ്. അതായത് ദുബായ് 8 വർഷമായിട്ട് ദുബായിക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പോഴാണ് ജിയക്കൊരു ടൈം ഒത്തു വന്നത് അല്ലേ? അങ്ങനെ ജി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ ജിയയുടെ മനസ്സിൽ? ഒന്നുമില്ല. ഇനി എന്തൊക്കെ കാണാൻ പോകുന്നു? ഷോപ്പിംഗ് ആണ് മെയിനായിട്ട്. ഷോപ്പിംഗ് പോകണം. പിന്നെ നീ ഷോപ്പിങ്ങിനാണോ ദുബായിലോ? അല്ല, നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത് ഷോപ്പിംഗ് ആണ്. ആക്ച്വലി അതെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇന്ന് ഷോപ്പിംഗ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നാളെ കുറച്ച് വിസിറ്റിംഗ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇന്നും ഉണ്ടാവും. അങ്ങനെ വിസിറ്റ് ചെയ്യാനായിട്ട് നേരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇന്നും വിസിറ്റ് ചെയ്യും. ആക്ച്വലി എന്താ പറയുക, ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇവിടെ വരുന്നതിന് വിസ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഞാൻ വിസ അപ്ലൈ ചെയ്ത് 2 ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. സെക്കൻഡ് ഡേയിൽ എനിക്ക് വിസ കിട്ടി. ആക്ച്വലി അത് എങ്ങനെയാണെന്ന് ഞാൻ ട്രാവൽ ഏജൻറ്റ് ട്രെയിൻ വരുന്നുണ്ട്. ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെയോ അങ്ങനെയൊന്നും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോഴും ഒന്നും കേൾക്കുന്നില്ല, ഞാൻ പിന്നെ പറയാം. ആക്ച്വലി ഞാനും എക്സൈറ്റഡ് അല്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ടയേർഡാണെന്ന് കുറച്ച് ടയേർഡാണ്. ബട്ട് അത്ര വലിയ ടയേർഡൊന്നുമില്ല. ബട്ട് ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ വർക്ക് ചെയ്ത സ്ഥലം, ഞാനിവിടെ നിൽക്കുന്ന സ്ഥലം, പിന്നെ എനിക്കറിയാവുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പിന്നെന്താ പറയുക, കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കാണണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ മെട്രോ കയറി നമ്മുടെ പാക്കേജ് ക്ലെയിം ചെയ്യുന്നിടത്തേക്ക് പോവാണ്. ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ജോൺ ട്രാവൽ ചെയ്യുവാണ്. അത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും അവർക്ക് കിട്ടും, അങ്ങനെയൊക്കെ. വേണ്ട, ദുബായ് എയർപോർട്ടിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ? അടിപൊളിയല്ലേ? ബാഗ് എടുക്കാന്നേ, നമുക്ക് അപ്പുറത്തേക്ക് കൂടെ പോയി ബാഗ് എടുക്കാം. എവിടെ ജോക്കുട്ടൻ അമ്മ അപ്പ? ഓ യെസ്, ഇൻ ദ ടോപ്പ് ജോക്കുട്ടൻ അമ്മ അപ്പ. Emirates. Come from where? New Zealand. Maybe. Don't worry, I will not give him free wine. You look happy, man. Dubai, you will get everything in Dubai, right? If you look happy, khalas. Allah makes always happy. Arabic have 4 wives. Oh, really? Yes. Yeah. I have only 2. You have time. Yes, first one give me headache. I added next one. Now I want to have a 0. Oh my God! You need a freedom. We have Balm Jumeirah. You know Balm Jumeirah? Yeah. If we give you invitation free, you have time to enjoy. Wait. ഇങ്ങനെയുള്ള പല ഉടായ്പകളുമായിട്ട് പലരും വരും. ഇതിലൊന്നും ചെന്ന് ചാടി കൊടുക്കരുതേ. See, the man is here behind me. He knows everything. Happy vacation in Dubai. Oh yeah. Inshallah, renew honeymoon and make good memory in Dubai. And the man behind the camera, he also knows everything. I promise you will enjoy. നമ്മള്
ഇനിയിപ്പോൾ ടാക്സി എടുക്കാൻ പോവാണ്. ഇതുണ്ടോ, ഇതെല്ലാം നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ടാക്സികൾ ഇവിടെ ഇഷ്ടംപോലെ ടാക്സീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, നേരെ ഹോട്ടലിലേക്ക് പോവുക. ഇതാ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ആക്ച്വലി നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വേണം ഒന്ന് പുറത്ത് പോകാൻ. അതുകൊണ്ട് ഞാൻ വന്ന പാടെ കയറി അങ്ങ് കിടന്നു. ഇനി എണീറ്റ് കുളിച്ച് റെഡിയായി പോകണം. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കേൾക്കാം, പറയാം, കാണാം. ഓക്കെ.